നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് എന്ത് തരത്തിലുള്ള ടോക്സിൻസ് എത്തിക്കഴിഞ്ഞാലും അതിനെ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് തള്ളുക എന്നുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ അഹോരാത്രം പണിയെടുക്കുന്ന ഒരു അവയവമാണ് നമ്മുടെ കരൾ അല്ലെങ്കിൽ ലിവർ. അപ്പോൾ കരളിൻ്റെ ആരോഗ്യത്തിന് നമ്മൾ എപ്പോഴും വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഓർഗനാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ പക്ഷേ ഹെൽത്തി അല്ലാത്ത ആഹാരങ്ങൾ കഴിക്കുന്നത് കൊണ്ട് തന്നെ ഒട്ടനവധി ആളുകൾക്കും ഫാറ്റി ലിവർ പോലുള്ള രോഗങ്ങൾ ഈ സമയത്ത് കൂടുതലായിട്ട് വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആഹാരത്തിൻ്റെ അകത്ത് ഉൾപ്പെടുത്തേണ്ട ചില ആഹാരങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ കരളിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ കഴിക്കുന്ന നാരങ്ങ ഉണ്ടല്ലോ. അപ്പോൾ ഈ നാരങ്ങയുടെ അകത്തെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും കരളിനെ ഡീടോക്സിഫൈ ചെയ്ത് നിർത്തുന്നതിനും അതുപോലെ തന്നെ കരളിൻ്റെ പുതിയ കോശങ്ങൾക്ക് കൂടുതലായിട്ട് പ്രൊഡക്ഷൻ നടക്കുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് ബീട്രൂട്ട് നമ്മൾ ജ്യൂസായിട്ടോ അല്ലെങ്കിൽ ബീട്രൂട്ട് നമ്മൾ ആഹാരത്തിൽ ഇപ്പോൾ തോരനായിട്ടോ മറ്റോ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ കഴിക്കുന്നതും എപ്പോഴും കരളിൻ്റെ ശരിയായിട്ടുള്ള പ്രവർത്തനത്തിന് വളരെയേറെ സഹായിക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ നമ്മൾ സാലഡുകളിൽ ചേർത്തിട്ട് കഴിക്കുന്നതും ഒലിവ് ഓയിൽ ഡയറക്റ്റ് നമ്മൾ കഴിക്കുന്നതും ഒക്കെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട്. അവക്കാഡോ എന്ന് പറയുന്ന ഫ്രൂട്ട് നമ്മൾ പതിവായിട്ട് ഒരെണ്ണം വെച്ചിട്ടോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരെണ്ണം വെച്ചിട്ടെങ്കിലും കഴിക്കുന്നത് നമ്മുടെ കരൾ ഡീടോക്സിഫിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇനി നമ്മൾ ഫാറ്റി ഫിഷസ് കൂടുതലായിട്ട് നമ്മുടെ ആഹാരത്തിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നത് എപ്പോഴും ഇപ്പോൾ മത്തിയൊക്കെ പോലുള്ള മീനുണ്ടല്ലോ അല്ലെങ്കിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന മീനുകൾ നമ്മൾ കഴിക്കുന്നത് എപ്പോഴും കരളിൻ്റെ കൃത്യമായിട്ടുള്ള പ്രവർത്തനത്തിനും അതുപോലെ തന്നെ കരളിൻ്റെ അകത്ത് പുതിയ സെല്ലുകൾ ഉണ്ടായി വരുന്ന അതായത് കോശങ്ങൾ ഉണ്ടായി വരുന്നതിനുമൊക്കെ നമ്മളെ വളരെയേറെ സഹായിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഉൾപ്പെടുത്താനുള്ളത് വാൾനട്ട് എന്ന് പറയുന്ന നട്ട് വിഭാഗത്തിൽപ്പെട്ട ഒന്നാണ്. അപ്പോൾ വാൾനട്ട് നമ്മൾ കഴിക്കുന്നതും അതുപോലെ തന്നെ കഴിക്കുന്ന ആഹാരങ്ങളിലൊക്കെ വെളുത്തുള്ളി നമ്മൾ ചേർത്തിട്ട് കഴിക്കുന്നതും മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തിട്ട് കഴിക്കുന്നതും നമ്മുടെ കരളിൻ്റെ ഡീടോക്സിഫിക്കേഷന് എപ്പോഴും വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ കൃത്യമായ സമയത്ത് വെള്ളം കുടിക്കുക, കൃത്യമായ ഇടവേളകളിൽ നമ്മൾ വ്യായാമം ചെയ്യുക എന്നുള്ളതും നമ്മുടെ കരളിനെ എപ്പോഴും ആരോഗ്യത്തോടെ കാത്തു സൂക്ഷിക്കാൻ വളരെയേറെ സഹായിക്കുന്നതാണ്. ഒരുപാട് പേർക്കും ഇന്ന് നമ്മുടെ നാട്ടിൽ കരൾ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നത് കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഒരു വിഷയം തന്നെ തിരഞ്ഞെടുത്ത് നിങ്ങളോടൊപ്പം സംസാരിച്ചത്.